ഞാൻ ഇന്നൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയാണ്. ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അപ്പോഴത്തെ കമന്റ് ബട്ടൺ നിൽക്കണം കേട്ടോ ഗായ്സ്. നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാടുന്നാലോ. ഞാൻ ഇന്നൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയാണ്. ഞാൻ ഇന്നൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയാണ്. കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ. എല്ലാരും അടിച്ചു കയറി എല്ലാരും അടിച്ചു കയറി എന്തു വേണം പറയടാ, കൊണ്ടുവരാൻ ആളിടാ. ഒന്നുമില്ലേ ജോസേട്ടൻ മെൻഷൻ ചെയ്ത ഭാസ്കര. ദുബായ് നിന്ന് പറന്നു വന്ന കേരളത്തിൻ ജോസിടാ. ജോസേട്ടൻ പറഞ്ഞ വാക്കിനപ്പുറത്ത് ഇല്ലടാ. കൈവെള്ളയിൽ കപ്പ വെച്ച് കുപ്പിയിലെ കള്ളടിച്ച് കരിമീനും ചാറ് മുക്കി കൊഞ്ചടിക്കിടാ. തിന്നു മുടിച്ച് പാപ്പാക്ക് ദുബായ് പോവാനുള്ളതാ. എല്ലാരും ഒരുമിച്ചാൽ അടിച്ച് കേറി വരാം നമുക്ക്. എല്ലാരും അടിച്ചു കയറി എല്ലാരും അടിച്ചു കയറി വാ, അടിച്ചു കയറി വാ. എല്ലാരും അടിച്ചു കയറി വാ. പഴുത്താട്ടാ ഓക്കെ കൈ പഴവല്ല പഴവല്ല ഈ വടക്കത്ത് കഴിഞ്ഞ് വാങ്ങണോ? വാങ്ങണോ?
എടുത്താ കട്ട് ചെയ്യല്ലേ? ഞാൻ തരുമ്പോ എടുത്താ മതി. എല്ലാവരും ഇറങ്ങി അവിടെ പാലക്കാടേക്ക് പോയി നോക്കി എടുത്താൽ അല്ലേ നോക്കണ അതൊക്കെ എടുത്തോ മൂന്നെണ്ണം നോക്കി മക്കളെ അവിടെ കത്തിയിരിക്കണം നോക്കുമ്പോ എന്റെ കയ്യിൽ തന്നിട്ട് പോയി. നീ കത്തി എടുക്കുന്നത് നമ്മുടെ വീഡിയോയിൽ വരട്ടെ. എവിടെ കാശവ കത്തി എവിടെ ഇരിക്കുന്നു? കത്തി എന്തിനോ കത്തി പറയുന്നു. മാമോയ് എടുത്തിട്ട് കാപ്പി ഇല്ല, നോ കാപ്പി, ഓൺലി തേയില. കൂടിപ്പോയെന്ന് വെള്ള അവരാളുടെ വെള്ളം ഒഴിക്കും അതില്. നീലല്ല അതായത് ചായ ഇടുമ്പോ അറിയാം. വന്ന് ചേച്ചിയുണ്ട്. ചായ സ്പെഷ്യലിസ്റ്റ് കൊച്ച ഭർത്താവിന്റെ മാവടയും ചായ കുടിച്ചിട്ട് ചായ ഇവിടെ ആവട്ടെ. വേണ്ട മക്കളെ ഉപ്പ് കുറവാണെന്ന് തോന്നേട്ടാ. എന്തൊരു കമ്മല് കൊള്ളത്തില്ലടി പറ്റിയത്. എനിക്ക് അച്ചാറിട്ട് തരാന്ന് പറഞ്ഞു. ചേട്ടന്റെ ഉച്ചി ചേട്ടന്റെ ഉച്ചി ചേട്ടന്റെ ഉച്ചി ചേട്ടൻ ഈ ഇത്രയും ജോലി കിടക്കുമ്പോ ഇപ്പൊ ആവശ്യമില്ലാത്ത സാധനത്തിൽ കൈ വെച്ചോ. ചക്കക്കുരു വലുതാണ്, ചക്കക്കുരു വലുതാണ്, ചക്കക്കുരു വലുതാണ്, ചക്കക്കുരു വലുതാണെങ്കിൽ അവിടെ വായിക്കാത്തവർക്ക് വെക്കും. പറയണ കേട്ടൊക്കെ
2 പീസ് ഉപ്പ് നോക്കാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ചേച്ചി 20 പേരില്ലേ, പിന്നെ എങ്ങനെ 2 പീസ് ഉപ്പ് നോക്കണം? ആരടി 18 ഉള്ളു. ഞാനും എന്റെ കെട്ടിയോരുവാ. ചായ കൊടുത്തായിരുന്നാ? ചായ കൊടുത്താ? കൊച്ചിക്ക ചായ കുടിച്ചാ? ചായ കിട്ടിയാ? വേണ്ടേ? അത് ചായ കുടിക്കണില്ലേ? ബിസ്ക്കറ്റ് ഉണ്ട്, ബിസ്ക്കറ്റ് വേണോ? നിന്നെ വേണം. ഒരു സൈഡിൽ വന്നോ. ഞാൻ അപ്പഴേ പറഞ്ഞു. ഇനി അവിടെ ആരും കാണും. നിലമേല് ആ നല്ല കച്ചവടക്കാരൻ. കിച്ചു കൈ വേണ്ടടാ. ലൈറ്റ് ഇല്ല. എല്ലാവർക്കും ഇവിടെ നമുക്ക് തെളിവുണ്ട്, 5 എടുക്കണത്. ഇവിടെ നമുക്ക് തെളിവുണ്ട്, 5 എടുക്കണത്. ഇവിടെ നമുക്ക് തെളിവുണ്ട്, 5 എടുക്കണത്. അടുപ്പിൽ ചായ കൊടുത്തില്ലേ? കട്ട ചെയ്യണം, കട്ട ചെയ്യണം. പിള്ളേർക്ക് മാത്രമേ ഉള്ളൂ. സതീശാമിന് എല്ലാവർക്കും കൊടുത്തു. പിള്ളേർക്ക് ഇനി കൊടുക്കാറുണ്ടോ? അച്ഛൻ മഴയോ? വാ, മഴയത് വീട് എടുത്തില്ല. അതിന്റെ ഷൂ ഉണ്ടെങ്കിൽ എടുത്താത്തിട്ട്. ഷൂ ഉണ്ടോ? നീ മണ്ട കയറ്റി പോയി. അതിന് ഷൂ ഉണ്ടോ? പൊട്ടനാണെങ്കിൽ പെണ്ണിന്റെ ചെരുപ്പുണ്ടോ?
സെറ്റ് മഴയുടെ ഓ ഓ വെള്ളം കെട്ടിയ വലിയ ചക്ക അവിടെ തീരാറായോ ഞാൻ ഉടച്ചു ചേച്ചിയുടെ ചെറിയ പീസ് മതിയല്ലോ, വലിയ പീസ് വേണ്ടല്ലോ പെരക്കിന്. കറിക്ക് മേടിക്കാം. കറിയിൽ ചെറുത് വേണം. രാവിലെ മേടിക്കാം. കറിയിൽ മേടിക്കാം. പീസാക്കി അത് തന്നെ ആന മന്ദിര വലുതല്ലേ. എടുത്ത് വെറൈറ്റി ചക്ക. ഇത് എവിടെ നിന്നത്? ആ അത് കൊള്ളാം. അതിന് മേടിക്കാം. ഫ്രണ്ടിൽ പോട്ട് ഇവിടെ കാണണ്ട. ഇവിടെ സൈഡ് വലിച്ചങ്ങ് പോ. ഒരു സൈഡ് വലുത് ഓ ഇതാ വരുന്നു. എടീ കൊച്ചിനെ നോക്കണേ. ഓ ഈ പരിപാടിയിട്ട് അരി എന്തെങ്കിലും ആക്കിയിട്ട് വേണ്ടി കൊടുക്കാം. അതിനിടയ്ക്ക് അപ്പുറത്തെ വീട്ടിലേക്ക് ഇപ്പൊ ഈ മാങ്ങ എനിക്ക് വെച്ച് നോൺ സ്റ്റിക്കില്ലേ അതിന് കടവത്തല്ല. അതിലെ സ്റ്റീൽ സ്പൂൺ ഉള്ളത്, അതാണ് അതിന്റെ കോട്ടിങ് വായിക്കും. നീ വാങ്ങിച്ചത് അതോടെ നീ വാങ്ങിച്ചത് കാശ്മീരി പോവാൻ പറ്റതാ? ആര് വന്ന? ആര്? ഉഷോട്ടിയാ? കാശ്മീരി ജില്ലുണ്ടോ? ആ മുഖം കാണിക്കണോ? ചിക്കൻ മാത്രം കാണിച്ചത്.
ഫോൺ നിർത്തി പോയാലേ ഞാൻ തിരിച്ചു കൊടുക്കേണ്ടി വരും. കൊച്ചിൻ്റെ കൊച്ചാ ഇങ്ങോട്ട് നോക്ക്. കറണ്ട് ഇല്ലെങ്കിൽ എന്ത് ഫോണിൽ വെട്ടമുണ്ടല്ലേ. ഹോളിന്റെ എത്തിയിരിക്കുന്ന റൂമിന്റെ മോട്ടോ മോട്ടോ മോട്ടോയുടെ ഫോൺ മോട്ടോ മോട്ടോ മക്കളെത്ര വെള്ളമായ വെള്ളം കുറച്ച് വെള്ളം വേണ്ടെന്ന് പറഞ്ഞു. ഇളക്കി അങ്ങ് മറിക്കണ്ട. പക്ഷെ ഉപ്പിട്ടോണ്ട് വെള്ളം അല്ലാതെ തന്നെ ഇറങ്ങിക്കോളൂല്ലോ. വെള്ളം അല്ലാതെ എക്സ്ട്രാ ഇടണോ? അങ്ങനെ ഒഴിക്കണോ? നമ്മളോട് കൂടി പോയാ ഇല്ല. നല്ല വെളുത്തുള്ളി ഇടണം. മസാല പിടിച്ചില്ല. എനിക്ക് വേണ്ട. റെഡിയായല്ലോ. സംഭവം റെഡിയായല്ലോ. സിമ്പിൾ അല്ലേ? ഓ, മാങ്ങ അച്ചാറാണോ മാങ്ങ കറിയാണോ ഇത്? ഇടിച്ചിട്ടോ? ഞാൻ തരാം സാധനം. ഓ, ഇനിയും വേണോ? അയ്യോ, കായം മതിയായ? നല്ലെണ്ണയല്ലേ ഇതിന് ഒഴിക്കാൻ? ഈ എണ്ണയേക്കാൾ നല്ലത് നല്ലെണ്ണയല്ലേ? ഇല്ല. ഓ, നാരങ്ങ നീരൊക്കെ ചേർക്കോ? എന്താ മാപ്പിച്ച് നോക്കണം? എന്തിനാണെന്ന് മനസ്സിലായി?
ഇത് മല്ലിയാ അതല്ലേ മല്ലി മല്ലിയും ഗരം മസാലയൊക്കെ രണ്ടാണ്. നിന്നെ നിന്റെ അമ്മ അടുക്കളയിൽ കയറ്റിയിട്ടില്ലേ? അല്ല അറിയാം പറഞ്ഞ ഇല്ല ഉപ്പെടുത്തില്ല. വിതറി ഇട്, ഒരു സ്ഥലത്ത് മാത്രം ഇടാതെ. നമ്മൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെ മാറ്റി മാറ്റി ഇടണം. എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടോ ഉണ്ടാക്കി? ഉണ്ടാക്കാതിന്റെ കൊച്ചച്ച വീട് തന്നെ. കൊച്ചച്ച ഡെയിലി യൂട്യൂബ് കണ്ടിട്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ പറയും. നമ്മള് പരീക്ഷ മാമി കൊണ്ടുവന്ന പെട്ടിയിൽ മല്ലിപ്പൊടി നല്ല വിളി. ഇതും അവിടെ കളർ ഇരിക്കണത് അത് ഒരേ കളർ പോലെ ഇരിക്കണല്ലേ? അത് വേറെ ഇത് വേറെ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ കിട്ടിയ ഇഞ്ചി ഒറ്റ വെട്ട് മതി. ഒരു മുട്ട ചേർത്തു, 2 മുട്ട ചേർത്തു. ഇനി വലത്തോട്ടിട്, 2ന്റെ വലത്തോട്ടിട്. സെൻട്രല് ഇനിയും കിടപ്പുണ്ട് മുട്ടയില്. മുട്ട 4. അയ്യോ ഉപ്പല്ലേ ഇത്? ഇത്ര കിടൂ? ഇവിടെ എത്ര ചിക്കൻ ഇരിക്കണം? അപ്പൊ അത്രയും മുട്ടയും കൂടി പൊട്ടിച്ച് ഒഴിച്ചുകൂടി. ചിക്കൻ്റെ എണ്ണത്തിനനുസരിച്ച്. ചിക്കൻ മസാല. ഓക്കെ, ഇത് മുളകൊടിയുടെ കളറിൽ തന്നെ ഇരിപ്പുണ്ടല്ലോ. നാരങ്ങ നീര് വേണ്ട കുഞ്ഞ്? നാരങ്ങ നീരെവിടെ? ഇത് രണ്ടായിട്ടൊന്ന് മുറിച്ച് വേഗം കൊണ്ടുവന്ന് പിഴി. ആ പെട്ടിയിലെ ഒരു ബോട്ടിൽ എണ്ണ ഇരിക്കും. നാരങ്ങ നീര് വേണം, 2എണ്ണമെങ്കിലും വേണം. അല്ല ഗോൾഡ് വാങ്ങിക്കാൻ മറന്നു. അല്ല തൈര് വേണം. തൈര് തരൂ? തൈരുണ്ടോ? പക്ഷെ തൈരുണ്ടാടി. എപ്പോഴാളെ കാണിക്കാതെ ഞാൻ പറയുമ്പോ കൊഴിച്ചാൽ മതി. ഇനി നമുക്ക് ഇത് കൊണ്ടുവത്ത് തൈരും ബാക്കി. ഓക്കെ സെറ്റ്. അതുപോലെ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇതിങ്ങനെ ഇരിക്കും. കുറച്ചു നേരം റെസ്റ്റ് ഇതിന്. പിടി ഇത് പിടിച്ചില്ല. അതും കൂടെ കൊണ്ടുവന്നിട്ടേ വെളിയിട്ട് അടച്ചു വെക്കണ്ടേ നമുക്ക്? ഫ്ലാറ്റ് അവിടെ ഇവിടെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ പണി. ഞാൻ ചിക്കൻ കഴുകി എടുത്തു. ഓ ഓ ഓ ഹോട്ടലിലെ വീഡിയോ മാറി. അതെ തവി എടുത്ത് എന്തോന്ന് ഈ പൊടി നീയല്ല ഞാൻ. എല്ലാരും നിന്നെ പോലെ നീ കരുതാതാ. കത്തിക്കണോ? അത് പെട്ട് കത്തി. എടാ ഈ 2 ഭാഗം ആയോ നോക്ക്. തൈര് വാങ്ങിച്ചാ കൊണ്ടൊന്നുമില്ലല്ലോ? കണ്ടിന്യൂ ചെയ്തില്ലല്ലോ കുഞ്ഞു? കോളത്തെ തൈര്, കോളത്തെ തൈര്, തൈര് കോളത്തെ രണ്ടും ഒരേപോലെ തന്നെ. കമ്പനി രണ്ടും ഒന്നാണല്ലോ. ഇതിന് ശരിക്കും തൈരൊക്കെ ചേർക്കൂ?
തരി ഫുള്ള് ഇറക്കൂ കുറച്ച് മതി. ഇതൊന്നും ഇത്ര ലൂസ് ഇന്നലെ ഒരു തൈര് കുടിച്ചു. അയ്യോ കട്ട കട്ട കട്ടായിരിക്കുന്നു. സംഭാരമായിരിക്കും. നല്ല തൈര് എന്തിനു വേണ്ടിയാണ് ഇതിൽ ആഡ് ചെയ്യണ? അത് പുളിപ്പ് വരാൻ ചെറിയ പുളിപ്പ്. അപ്പം നാരങ്ങ നീര് അത് ഇതിൽ ഒട്ടി ഇങ്ങനെ ചേർന്നിരിക്കാൻ വേണ്ടിയാണ് നാരങ്ങ. ആ തൈരും നാരങ്ങയും കൂടി ചേർന്നപ്പോഴുള്ള മണം. ഇതിൽ ഈ കല്ലുപോലെ കിടക്കണ ഇഞ്ചി വെളുത്തുള്ളിയാണ്. ചെറിയ ഉള്ളി ഒന്നും വേണ്ടേ ഇതില്? അരച്ച് ചേർത്തിരുന്നെങ്കിൽ കട്ട കട്ടയായിട്ട് അത് പ്രശ്നമാവോ? അടുത്ത ഞാൻ അരച്ചൊന്നും കൂടെ ചേർക്കില്ല. കറണ്ടപ്പോഴത്തേക്കും വരും എന്നാണ് നിഗമനം. കറണ്ട് എന്തിന്? ഇഞ്ചി വെളുത്തുള്ളി അരക്കെ ഇപ്പുറത്തോട്ട് തുറക്കും. വെള്ളം വേണം. അത്രയും കാണുമല്ലോ. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കി സൂപ്പറായിരുന്നു കേട്ടോ. അടിപൊളിയാണ്. അത് നമ്മൾ ഗ്രൂപ്പ് മീറ്റിൽ കൂടിയില്ലേ? ഗ്രൂപ്പ് മീറ്റിംഗ് കൂടിയോ? അത് നമ്മൾ കാണിച്ചില്ലേ? ഇതിനൊന്ന് 1-2 മണിക്കൂർ വെക്കണ്ടേ മസാല പിടിക്കാൻ വേണ്ടി? വെച്ചിട്ട് കുക്കറിലിട്ട് ഒരു വിസിൽ കുക്കറി വെക്കണോ? ഒരു വിസിൽ കേൾക്കുമ്പോൾ പാതി വേവും. അപ്പൊ നമ്മളെന്ത് ചെയ്യും? കുക്കറിൽ എങ്ങനെ വെള്ളത്തിയിടണോ? പിന്നെ ഇങ്ങനെ വെച്ച് കുക്കറിൽ കുറച്ച് വെള്ളം അടിയിൽ ഒഴിച്ചിട്ട് ഒരു വിസിലായിരുന്നു. അപ്പൊ വെള്ളത്തിയിടണ്ടേ? എടാ അതാ ഇനി ചതക്കണ്ടടാ. അത് തന്നെ, അത് നമ്മൾ മിക്സിയിൽ അരക്കാം. കറണ്ടൊന്നിട്ട് മിക്സിയിൽ അരക്കാം. കാരണം ഇതിലിട്ടാലേ ഒരുമാതിരി ഹാർഡായിട്ടില്ല. ഒരുപാട് ജോലി എടുത്ത് ക്ഷീണിച്ച് അന്ന് നേരം മുതൽ ജോലി ചെയ്യിപ്പിക്കണം. ചെയ്യാൻ പറ്റും. മക്കളുടെ ഒരുപാടായ 20 ഉണ്ട്. കുഞ്ഞും മറ്റേ കാടക്കോഴികളെ അമ്മ ആരാ ഞാൻ 2 പേരെഴുതി. പ്രീതൊന്നും കഴിക്കൂല. ഇത് എന്നെ അപ്പവും പറഞ്ഞത്. മുഴുവൻ അമ്മ ഈ ഭാഗം മാത്രം കഴിച്ചിട്ട് ബാക്കി എനിക്കിങ്ങനെ തന്നാൽ മതി. ആരോ ഇത് കഴിക്കൂലെന്നും പറയും. മുട്ട പുഴുങ്ങണല്ല അതാരക്ക? ആരോ ഇതൊന്നും കഴിക്കൂല. സതീശാമ്മ പറഞ്ഞു. മല്ലിപ്പൊടി മസാല എന്തിനൊക്കെ ഇട്ടടാ പറ. ആ ഒരു കോഴി വാങ്ങിച്ചു ഒരു മുട്ട അന്ന് ഞാൻ ഒരെണ്ണം ഇട്ടോ. ഒന്നും പറയാനില്ല. അവിടെ പോണ നോക്ക്. ആ 5 ചിക്കൻ 20 പേര് 269 എല്ലാം കൂടെ 2200 രൂപ.
100 അല്ലേ കിലോ? ഇപ്പൊ 200 ആയാ? ഇത് നമ്മൾ ഇവിടെ നിന്നാണ് വാങ്ങിച്ചത്. മെലിഞ്ഞ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പോയില്ല. ലുലുവിൽ നാളെ ഒരു ഓഫർ അല്ലേ? വില കുറയും. കിലോ 279 രൂപയായിരുന്നു. അപ്പൊ അത് വെച്ച് നോക്കിയപ്പോ ഏകദേശം 1000 ശമ്പളം മാത്രമേ കൊള്ളൂല്ല. അതിന് യുദ്ധവും ഇല്ല, ഒന്നുമില്ല. മസാല തികയോ? നമുക്ക് 1 മണിക്കൂർ വയ്ക്കാം ഡ്രസ്സിന്. മണി ഇപ്പൊ എത്രയായി? വിസിലേർക്കണം. ഒരു വിസില്. ഒരു വിസിൽ മതിയോ? എവിടെ? 7 മണി വരെ മതിയാവോ? ഇപ്പൊ 6:20. നമുക്ക് 6:45 കുക്കറിക്കാൻ. അല്ല, ഇനി 1/2 മണിക്കൂർ വേണ്ടേ? ഒരു കൂടുതൽ ഇരിക്കട്ടെ. 7 മണി ആവരെ ഇരിക്കട്ടെ. ഇപ്പൊ തന്നെ പഴംപൊരിയും എല്ലാം കിടക്കണം. ഇതില് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അരച്ച് ചേർത്ത്. എടാ കറണ്ട് വന്നിട്ട് മിക്സ് ഇട്ട് ഇടയ്ക്കാൻ നിൽക്കണം. കളറൊന്നും വേണ്ട. എന്തൊരു റെഡ് കളർ. ഇട്ടടാ, അതൊക്കെ മസാലയുടെ കൂടെ അതേ തന്നെ അരച്ചിട്ടാ അരച്ചാണ് എന്താണ് നല്ലത്. ഇനി കുറച്ചേരം മൂടി വെക്കാം. ഇത് മറ്റേ ഒരു പ്ലേറ്റ് എവിടെ ഉണ്ടായിരുന്നു? തപ്പി എടുത്തുണ്ടോ പ്ലേറ്റ്? ഒരു ഫീലില്ലല്ലോ ചക്കവറ്റില്. ചെഫിന് മാറ്റണം, ചെഫിന് മാറ്റണം, ചെഫിന് മാറ്റണം. എടാ ഇപ്പൊ വെച്ചതേ ഉള്ളൂ തേങ്ങ. അല്ല മഞ്ഞോട്ടായിട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ വേറെ മറ്റൊരു തീർന്നു കേട്ടോ. ഇതിലേക്ക് അതിൽ കത്തിച്ചു. ഗൗരി അവിടെ ഉണ്ടല്ലോ. എടുത്തുണ്ടോ? കുഞ്ഞപ്രാളത്തിൽ ചെയ്യണം ഇനി അടുത്ത കറണ്ട് പോകണതിന് മുമ്പ്. ഇനി അരക്ക എന്തൊരു ഇത്രയും വേണോ? അല്ലേ മിക്സിക്കകത്ത് ഓൾറെഡി ഉണ്ട്. കഴുകി തന്നത് തന്നെ. ഞാൻ അരയ്ക്കാം. അതവിടെ തന്നെ ഇട്ടോ. ഇനി പരിഞ്ഞ് നിൽക്കണ്ട, അറിയാമല്ലോ. ഏട്ടുവോ 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 ഇത് അറിയണില്ല, മുകളിലത്തുള്ള അറിയണില്ല. മോട്ടറിട്ടോ ഓഫല്ലേ ഓഫല്ലേ അത് ഓഫ് തന്നെ, അത് ഓഫ് തന്നെ, അത് ഓഫ് തന്നെ. ഒന്നുമില്ല. അല്ലടാ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ അതൊന്നും ഞാൻ അത് ഓഫ് കുറച്ച് മതി കുഞ്ഞ, എല്ലാം കൂടി ഇട്ടോ അറിയണില്ലെന്ന് തോന്നുന്നു. അറിയോ? അല്ല ഇത് ഈ സ്വിച്ച് നമ്മളങ്ങ് അണയ്ക്കണം. അണച്ചിട്ട് എന്താ, കാരണം ചിലപ്പോൾ പറയാൻ പറ്റും. അറിയണം അറിയണം. ഏകദേശമായി. ഓ
കുഞ്ഞെ നോക്ക് മതിയാന്ന് പേസ്റ്റ് കുറച്ചുകൂടെ വേണ്ടേ ചേച്ചി? വെള്ളം ഇതിന് വേണ്ട. അടപ്പ് നിൽക്കുകയാണ് അടപ്പ് നിൽക്കുക. എനിക്ക് മക്കളെ കൈ എഴുതാനാണെങ്കിൽ അങ്ങ് പോയി കൈ എഴുതാ. അല്ല ഞാൻ ഇഞ്ചി 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 ആ ഓക്കെ മതി മതി. തികയുന്നു തികയില്ല തികയില്ല കുറച്ചും കൂടി എടുത്ത് നോക്കണം. അത് കുക്കറിലിട്ട് കറിയായിട്ടില്ലേ? ഓ പൊളി. ഇതെന്തിനാണ് ഈ സാധനത്തിന്റെ പേര് പൊടിയില? ഓ കറിക്ക് വേണ്ടേ? നേരത്തെ ഇട്ടതല്ലേ കൊറേ? പിന്നെ നേരത്തെ ഇട്ടതല്ലേ? ആ ഇട്ടോ നേരത്തെ ഇട്ടാ ഒരു പ്രാവശ്യം കൂടെ അടിച്ചപ്പോ അല്ലേ പെരട്ടി വെച്ചതേ ഉള്ളൂ. 7 മണി വരെ 7 മണിയാകുമ്പോഴേ എടുക്കുള്ളൂ. അതിട്ട് ഗുണം എന്താണ് മഞ്ഞ? പേസ്റ്റ് എല്ലായിടത്തും ആക്ക്. അത് ഫുള്ള് ഒഴിക്കൂ. കാണാൻ പോലെ ഇതിപ്പോ എണ്ണി നോക്കിയല്ലേ 20 വിഷമം ഇതുകൊണ്ട് ഞാൻ മറ്റേ ഇതിൽ നിന്ന് 2 ചെറിയ പാലും കൂടി എടുത്തിട്ട് കാല് കട്ട് ചെയ്തില്ല ഞാൻ പറഞ്ഞില്ല. അപ്പൊ അതിനെ ഇട്ടപ്പോ നമുക്കത് ഉപ്പ് നോക്കാമേ. മസാല പിടിക്കണം, നല്ല പിടിക്കണം. വേവിക്കുന്ന കുക്കറെ വെക്കണോ? ഒരു വിസില് ആവും. പകുതി തീ വെച്ച കൊറേ കാര്യം അല്ലെങ്കിൽ തീ എന്തെന്നറിയാം, വെളി കത്തും. ഈ സൈഡ് ചവരോട് ചേർന്ന് ചെറിയ കല്ലായാലും മതി. ഓടം തിരിച്ചു കൊടുക്കാം. ഏത് കല്ലാണ് എടുക്കാൻ ചൂടുകല്ലേ? അത് മതി. തിരിച്ചു കൊടുക്കാന്ന് പറയാ. ഇത്ര ഹൈറ്റ് വേണം. ഇതാണ് മോളി കത്താം. അത് കാരണം മോളിലേ ഉള്ളൂ. ഇതൊന്നും വേണ്ട, ചിരട്ടാണ്. ചിരട്ടാണോ? ഇതിനെക്കാളും ചിരട്ടാണോ? അല്ലാതെ തീ പോലെ വരും. തീ വരാൻ പാടില്ല. നിന്റെ അളിയനും വാങ്ങിച്ച കരി. അപ്പൊ ഓൺലൈൻ കറി എത്ര ഉണ്ടോ നല്ലതിന്. ഓൺലൈനിൽ വില ഓടിക്കാവൂല. എത്ര രൂപയുടെ ഓൺലൈൻ? നമ്മ കുഴലെടുത്ത് പോത്. ഇത് നമ്മളെ സെയിം സാധനം. ഞാൻ ചിരട്ടയില്ലേ ചിരട്ട അത് വെച്ചിട്ട് ഇത് ഈ ചക്ക അരിയുടെ ചക്ക വരി കവർ ചെയ്ത് കൊടുക്കും. എണ്ണ വെള്ളം ഇട്ടിരിക്കണ ചൂടായില്ലെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ ആവണം. പുഴയാണ്. പക്ഷെ ഇത് കുറച്ചുകൂടെ വലിയ ചെടിയില്ലെങ്കിൽ കഴിഞ്ഞോളൂ. ഇതിനാക്കുമ്പോഴേ കൈ ഇറങ്ങുന്നുണ്ട് വേഗം. വലിയ തവിയാണോ? ബ്രൗൺ ആയിട്ട് വേണം മസാല ഇടാൻ അല്ലേ? പഴുക്കണം.
കുറച്ചുകൂടെ വലിയ തവി ഇട്ടു കൈ അവിഞ്ഞു കാരണം ഈ ഗ്യാസിൽ പെട്ടെന്ന് പറ്റൂല, മറ്റേ ഗ്യാസ് വേണോ? ചേച്ചി കൈ കൊള്ളും, ഇതിനെക്കാട്ടി കുറച്ചുകൂടെ കൈ പകുതി നല്ലത്. ചിക്കൻ ഇവര് വിറകടുപ്പായിരുന്നു ഇതിന് നല്ലത്, ഈ പാത്രത്തിന് കേട്ടോ, ഈ പാത്രത്തിന് കുഴപ്പമില്ല. ഇതിന് വിറകടുപ്പായിരുന്നു നല്ലത്, വലിയ പാത്രത്തിന്. ഇതിന് ഭയങ്കര താമസം. കറിയല്ലേ പെട്ടെന്ന് എന്ത് കിട്ടും, ചിക്കൻ്റെ എന്ത് കിട്ടും പെട്ടെന്ന്. അത് മതി, നീ പൊക്കോ. നോക്ക് ജിമ്മിൽ പോയ ആൾക്കാർ നിൽക്കുന്നത്. നമ്മളത് ഇടത് കയ്യിലല്ലേ പിടിക്കണം, വലത് കൈയുണ്ടല്ലേ ഇടത് കയ്യിൽ പിടിക്കും. കലപ്പന് ഏത് കയ്യിൽ ചക്ക പിടിക്കും, മാമി ഏത് കയ്യിൽ പിടിച്ചിരിക്കുന്നു. അമ്മമ്മ ലെഫ്റ്റ് ഹാൻഡറാണ്. ഇനിയുണ്ട് ഇങ്ങോട്ട് നീക്കി വൈ, ഇനിയുണ്ട് വേസ്റ്റ്. അമ്മമ്മ ലെഫ്റ്റ് ഹാൻഡറാണല്ലേ? എന്തിന്? മണി 7 ആ 6:55. 7 മണി കഴിയിട്ട് ഇങ്ങോട്ട് നോക്കിയാണ്. കുറച്ചു നേരം കൂടി നോക്ക്. ഒരന്യഗ്രഹ ജീവിയാ, ഒരന്യഗ്രഹ ജീവിയാ, ഒരന്യഗ്രഹ ജീവിയാ. സതീശാമ്മ ഇങ്ങോട്ട് നോക്കൂ, സതീശാമ്മ ഇങ്ങോട്ട് നോക്കൂ. മറ്റേ ചൂട് ഒന്നും കൂടി പറഞ്ഞോ. അവരോട് നോക്ക്, ക്രെഡിറ്റ് ഇരിക്കട്ടെ, ചക്കോട്ടിൽ ഉണ്ടാക്കിയതല്ലേ. ഫ്രീക്ക് തന്നെ. ഇതാകുമ്പോ ചവയ്ക്കണ അത് അരിയണ. മതിരിക്കല്ല, അവിയല് മതിരിക്കല്ലേ. വോൾട്ടേജ് ഉള്ള വെള്ളം
ഇവിടെ ഇത്തിരി ക്യാമ്പ് ഫയറൊക്കെ ഇനിയിപ്പോ തീയൊക്കെ കത്തിക്കില്ലേ സ്റ്റേജ് ഇത് മഴയായോണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റൂ. ഇത്തിരി ചാടിയെടുത്തിട്ട് മറ്റൊരു വളരെ വാരി കളഞ്ഞ കേട്ടോ. ഓരോ കുടുംബത്തിന് വീതം വീതിക്കാനാണ് മാമ രാവിലെ മാമ വന്ന് 70 ഉച്ചയ്ക്ക് വരണം. 5 മണിക്ക് അലാറം വെക്കും. 8 മണിക്ക് ചക്കൂര് കളിക്കണം. ഒരു 9 ആകുമ്പോൾ കാപ്പി കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ ചക്കൂരാവും. അല്ല 5 മണിക്കല്ല, അതിന് മുമ്പ് കഴിച്ചു തുടങ്ങിയാലേ ബാത്റൂമിലൊക്കെ ഓരോരുത്തർക്ക് പോകാൻ പറ്റും. എല്ലാരും കൂടെ ഒന്നിച്ചഴിച്ചാൽ എങ്ങനെ പോവും കേട്ടോ. ഒരു ട്യൂബ് അഡീഷണൽ സെറ്റ് ചെയ്യാം വെട്ടത്തിന്. ഇവിടെ ഇല്ലേ അവിടെ വെക്കണ്ട, ഇല്ല ഈ സൈഡ് വെക്കും. ഈ സൈഡ് വെച്ചാൽ വേണോ നീ ബാക്കി വേണേ ഇവിടെ വെക്കണ്ട, ഇവിടെ വെക്കണം. അവിടെ മതി. എവിടെയെങ്കിലും കേട്ട് പറഞ്ഞ ഈ അകത്ത് സൈഡ് കൊടുക്കും. വെച്ച് കേട്ടു. പിന്നെ അവിടെ ആനയെല്ലാം അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വെച്ച് ഇതാക്കി മാമി കിടക്കുന്നേ. പക്ഷെ വേറെ തേങ്ങയില്ലേ അല്ല ഞാൻ പറഞ്ഞേ സാമ്പാർ വെക്കുന്ന നേരത്തിനെ ചക്കവിരി ഇവിടെ ആകൂല്ലേ? അപ്പൊ പിന്നെ അത് വെച്ചോണ്ട് പോയാൽ പിന്നെ അവിടെ ചെന്ന് മെനക്കണം. അവിടെ നേരെ ചോറ് വെക്കണമല്ലോ. അവിടെ നമുക്ക് വെളിയിലല്ലേ ഇട്ട് വെക്കും. അതെ വെക്കും. ഞാൻ ചേർത്താ കെട്ട് ആ ഉയരം നിൽക്കത്തക്ക രീതിയിൽ അല്ലടാ ഒരു കെട്ടറ അവിടെ മതി. ഒരു മതി അവിടെ നിൽക്കും. അത്ര അവിടെ നിന്നോളൂ. അപ്പൊ അവിടെ ഇരുന്ന സീരിയലാണ്. അപ്പൊ ടിവിയില് പരുന്നുണ്ട് ഒരു സീരിയലെന്ന്. സാധാരണ അമ്മൂമ്മമാരൊക്കെ അമ്മൂമ്മ അമ്മയൊക്കെ സീരിയലാണ്. ഇവിടെ ഉണ്ടല്ലോ ഇനി അരക്കൊന്നും വേണ്ട. ഇനി അരക്കൊന്നും വേണ്ടല്ലേ ചേച്ചി? വേണോ? ചേച്ചിക്ക് അരക്കൊന്നും വേണ്ടല്ലോ ഒന്നിനും. കൊടുക്കട്ടല്ലോ ഇതവിടെ താമസിക്കും. പച്ചവെള്ളം ഡൊണേറ്റ് ചെയ്യും. കോൺഫ്ലവർ വേണോ? ചേച്ചി കവർ എവിടെ? ഷോർട്ടൊന്നും ഇല്ലല്ലോ. അത് വയറ് നല്ല വയറല്ലേ, മുകളിലോട്ട് എറിഞ്ഞാൽ മതി. അല്ലെങ്കിൽ താഴെ തന്നെ വെച്ചത് കുഴപ്പമൊന്നുമില്ല. എല്ലാവരും മൊത്തത്തിൽ മടങ്ങിട്ടിരുന്നാൽ വെള്ളമൊന്നുമില്ല. നീ എന്തൊരു കൈ എടുത്ത് ഞാൻ കണക്ഷൻ കൊടുക്കാൻ പോയോ? അല്ല ഇപ്പൊ കൊടുക്കണ്ട. കുഴപ്പമില്ല, മതി. ഇട്ടില്ല കൊടുക്കല്ലേ. ചക്കക്കുരു വേണം.
സെറ്റായില്ലേ? സെറ്റ് സെറ്റ്. അറിയാൻ പറ്റും. അമ്മ ഞാൻ താഴെ കട്ട് ചെയ്തെടുത്താൽ അത് വെച്ച് കഴിക്കാം. ട്രെയിൻ വേണോ? അത് ആരെങ്കിലും മക്കളെ കണ്ടാ ഇതൊരു കാര്യമുണ്ട്. എല്ലാവരും കൂടെ അങ്ങനെ ഇപ്പൊ ഇങ്ങനെ ഇരുന്നതുകൊണ്ട് അപ്പോഴായി. ആരില്ലെങ്കിൽ നാളെ ഇനി മെനക്കേടാണ് അവിയലിന്. അതുവരെ കറക്റ്റ് പച്ച മക്കളെ ചക്ക വന്ന് കുടുംബത്തിനൊരു ആവശ്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കണ്ടേ മോളെ? അമ്മ ഇങ്ങനെ ചോദിക്കുക. അമ്മ ഇങ്ങനെ ചോദിക്കും, കുടുംബത്തിനൊരു ആവശ്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കണ്ടേ മോളെ? നമ്മുടെ മുത്തറിന് രസം വരണ്ടായില്ലേ? അതിനകത്ത് വെച്ച് അവിടെ വെളിയിൽ കഴിക്കായിരുന്നു. വെളിയിൽ കൊടുക്കണോ? ഇത്രയും ആൾക്കാരെ വിളിച്ചിട്ട് നിങ്ങൾ അവിടെ പൈസ കിട്ടിക്കൊണ്ടിരിക്കുവോ? പക്ഷെ നാളത്തെ കാര്യം പറയാൻ പറ്റില്ല. ചിലപ്പോ രാവിലെ ഭയങ്കര മഴയായിരിക്കും. ഞാൻ വിചാരിച്ചായിരുന്നു ഇതൊരു അരക്കിലോ ഉണ്ണും കൂടെ വാങ്ങിച്ചു തരാം. അതില്ല വേണം. നമ്മൾ ഉണ്ടാക്കിയാലും 10, 20, 21 ഉണ്ടാക്കണ്ടേ? വേണമെങ്കിൽ പറഞ്ഞാ ഇപ്പൊ പോകുമ്പോ പൊറോട്ട വാങ്ങിക്കാൻ പോകും. രാവിലെ 9 മണിക്കേ പോവുള്ളൂ. എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പൊ വേണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞ മതി. അപ്പൊ സാമ്പാറിന് അരിയണം. സാമ്പാർ മലക്കറിയായ മലക്കറിയൊക്കെ റെഡി. എങ്കിൽ വെളിയിൽ പോയി അത് മാക്സിമം മലക്കറി എടുത്ത് വെളിയിൽ വെച്ചാലേ അവർ അറിയുള്ളൂ. പാവം ചേട്ടാ, എത്ര മണിക്കൂർ രാവിലെ 6 അപ്പൊ രാവിലെ
അരി തട്ടണ്ടേ? ഓക്കെ. എന്നിട്ട് മൂടുന്നു. ഡേഞ്ചറാണ്. വേറെ എന്തോ കാര്യങ്ങളോട്ടൊക്കെ ഡൈവേർട്ട് ചെയ്ത് മാറി. എന്റെ അറപ്പോത്തെ എവിടെ? അത് ബാക്കി പോയി. എന്റെ ഫോൺ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എള്ളു എള്ളു ബട്ടൂര് എന്താണ്? മൈദമാവ് എള്ളു അവള് ബട്ടൂര കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ എള്ളു കണ്ടിട്ടില്ല. ഒരു കാര്യം ചെയ്യും ഗൂഗിളിൽ ഞാൻ തപ്പി, ഒരുപാട് തപ്പി, 5-6 കണ്ടു. പിന്നെ സജീഷണം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എള്ളിടാം. ഇതുവരെ കുഴപ്പമില്ല, പക്ഷെ വാങ്ങിച്ചില്ല. അത് മനസ്സിലായി. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് വട്ടൂരൊക്കെ എള്ളിടുവോ? ഏതാണ് എള്ളിടുന്ന എള്ളുണ്ടാക്കി എള്ളിടുന്നത് പപ്പട വടക്കിടും. എള്ളുണ്ടാക്കി എള്ളിടുന്നത് പപ്പട വടക്കിടും. എള്ളുണ്ടാക്കി എള്ളിടുന്നത് പപ്പട വടക്കിടും. തർക്കിക്കണ്ട. ഞാൻ എള്ളു പറഞ്ഞത് ബട്ടൂരക്കാണ്. എന്തോ അതിലേക്ക് നിങ്ങൾ ഉണ്ടാക്കുന്ന പൂരിയാണ്. നിങ്ങൾ ഉണ്ടാക്കുന്ന പൂരിയാണ്. നീ ആ പടിഞ്ഞാറക്കോട്ട് പോയിരുന്നു. 55 രൂപയാണ് ഒരു ബട്ടൂരാണ്. കടലക്കറി ചെന്നൈ ബട്ടൂര. എള്ളു ഉൾപ്പെടാൻ കഴിയും. നമുക്കിപ്പോ ചെന്നൈയിലൊന്നും പട്ടണത്തിലുണ്ടാക്കണ്ട. ഇവിടെ ഇപ്പൊ ചെന്നൈയിലൊന്നും പട്ടണത്തിലുണ്ടാക്കണ്ട. ഇവിടെ ഇപ്പൊ ചെന്നൈയിലൊന്നും പട്ടണത്തിലുണ്ടാക്കണ്ട. ഇവിടെ ചെന്നൈ ബട്ടൂര കുട്ടീനെ വീട്ടിലുണ്ടാക്കിയാ മതി. അതിപ്പോ ചെന്നൈ ആയോണ്ട് പിന്നെ ഇനിയിപ്പോ ചെന്നൈയില് പോയി ഭൂരിഭാഗം ഇതിപ്പോ ഭൂരിഭാഗം എള്ളില്ലെന്നാണ്. കഴിക്കാത്തല്ല. ഞാൻ പറഞ്ഞുതരാം. നമ്മളെ പടിഞ്ഞാറക്കോട്ട ശ്രീകൃഷ്ണ SP ഹോട്ടലിനപ്പുറത്ത് ഉടുപ്പി ഹോട്ടലാ. വെങ്കടേശ്വര പട്ടനായോണ്ട് എള്ളിടുന്നത്. നമ്മളാരും പട്ടണം ഇതിൽ ഏത് സമയത്താണ് എള്ളിടേണ്ടത്? മാവ് ഇടുമ്പോൾ ഇതിൽ ഏത് സമയത്താണ് എള്ളിടേണ്ടത്? മാവ് ഇടുമ്പോൾ ഇതിൽ ഏത് സമയത്താണ് എള്ളിടേണ്ടത്? മാവ് ഇടുമ്പോൾ വേണമെങ്കിൽ പക്ഷെ വാങ്ങിച്ചില്ല, വാങ്ങിക്കാം. അത് വാങ്ങിക്കും. 55 രൂപ ഒരു സെറ്റ്. അതായത് ഒരു ബട്ടൂരാണ്, സലാഡും കടലക്കറി. സലാഡ് സൂപ്പർ, അടിപൊളി. പ്രീതി നമ്മള് ഞാൻ എന്റെ ഒരു സാധനം
കൈകൊണ്ട് വലിച്ചിട്ട് ഇന്നലെ വരും. കൈ നീങ്ങണടാ. ഇത്രയും തിരക്കില്ലേ? കൈ ചിറു 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 ചിറു. റെഡി ശരി ഞാൻ ബാക്കിൽ തണുത്തോളൂ. അമ്മയ്ക്ക് അതില്ലാതെ പറ്റൂല. വേറെ ബോട്ടിൽ ബോട്ടിൽ ഓർമ്മ അതിനകത്ത് വെച്ച് കാണാനില്ല. എങ്ങനെ തിന്നാ വേണ്ട കാലിയായില്ല, കളിക്കില്ല, അല്ലാതെ ചെയ്യും. ഒരു കാര്യം അവിടെ കൊണ്ടാക്കാറില്ല. രാവിലെ 7 മണിക്ക് ജയിക്കും. ഒരു രക്ഷയില്ല. രാവിലെ 7 മണിക്ക് കുത്തിയിടും ജയിക്കും. ഒന്നും പറഞ്ഞില്ല. ഒരു മടി, ഒരു നാണോ മാനോ നിന്നു ഒരു പ്രശ്നം. ചക്കൂർ തരുന്നില്ലേ? അല്ല ഇത് കഴിഞ്ഞു കഴിഞ്ഞില്ലേ? ശരി, ഇതാ ഇതാ അങ്ങോട്ട് പോട്ടെ, അങ്ങോട്ട് പോട്ടെ, അതോട് പോട്ടെ. അളിയാ അളിയ വിളിച്ചാൽ നിങ്ങൾ കടുപ്പ് ഇവിടെ വരുന്നു ഭക്ഷണം കഴിക്കാൻ. അളിയാ അവിടെ അടിയിലത്തെ മുകളിലാക്കടാ. അപ്പൊ എന്താണ് കോരി എടുത്തത്? അവ വച്ചിരിക്കുന്ന ദിവസമാണ് അവനെ അറിയാം. വേണ്ട, അതിന് തന്നാ മതി. കരം മാറ്റി ഗ്ലാസ്സിൽ എണ്ണ ഒഴിച്ചിട്ട് ഇതിന്റെ പുറത്ത് ഇങ്ങനെ തേച്ചാൽ മതി. ഇങ്ങനെ തന്നെ മറ്റേ യൂട്യൂബിലൊക്കെ ഇങ്ങനെ എണ്ണ കാണിക്കും. നാച്ചുറലാണ്. അല്ല എനിക്കുണ്ട്, അവിടെ ഇരുന്നു. ഓക്കെ, ഇനി തുടങ്ങാൻ പോണു. എല്ലാരും വിളി. സിനിമ തുടങ്ങാറായി. കണ്ണ എല്ലാരും അമ്മമ്മ കിടക്കണം. എന്നിട്ട് വിളിക്കാം. ഇപ്പോഴല്ല, അത് കനലായതിനു ശേഷം വിളിക്കാമേ. ചെറുത്ത ഭയങ്കര വില. എന്തിനുകൊണ്ട് വന്നത് കൊണ്ടുപോകണം.
അവര് കരിക്ക് വെക്കാൻ കേട്ടോ, ഞാൻ ചോദിച്ചായിരുന്നു. കരിക്ക് വരുന്നു, കരി അവന്മാർ കേട്ട് കൊടുക്കുന്നുണ്ട്. ചേട്ടാ കരി ഫോണിലുണ്ടല്ലേ? ഇത് പൊട്ടിക്കണല്ലേ? പൊട്ടിയിടാം. ഇല്ല എല്ലാവർക്കും പൊട്ടിക്കാം. ഇതാരത് മാറ്റി കണ്ണ വെട്ടം പറയുന്നതാ? വെട്ടം പറയുന്നത്. ഓക്കെ. ശരി. ആ കൊച്ചാ ചെയ്യണ. എനിക്ക് ചേട്ടൻ ഇത്തിരി കറുപ്പ് തരണേ. കറുപ്പിലുണ്ടോ? കറുപ്പിനെ കൊടുക്കുക. ചെറ്റവേ കൊരവിടണോ? ഫോൺ കളിക്കാനാണോ? വേണ്ട. ശരി. കുറച്ച് കല്ലും കൂടെ വെച്ചോട്. കല്ലുണ്ടായി. ചെറുത്ത വെക്കണ്ട. ചേട്ടാ വെച്ചാണേ കരി വെച്ച് അതുകൊണ്ട് ആ കരി പൊട്ടിച്ചു. ആ മറ്റേ കരി. അമ്മ വരണം. അതെന്തോ കൊച്ചാ? എന്തരി? സെയിം തന്നെ. ഇത് വില കൂടുതൽ. ഓൺലൈൻ അങ്ങനെ തന്നെ കാലിന് വാങ്ങിക്കും പോലെ. കാലിന് 40 രൂപ കിലോ. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഓൺലൈൻ അങ്ങനെ തന്നെ. ഓൺലൈൻ നല്ല വിലയല്ല. ചാണകം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഓൺലൈൻ നല്ല വിലയാണ്. ചാണകം കൊണ്ട് ഓൺലൈൻ ഇത് മൊത്തം കത്തണ സീനാണ്. മറ്റേ സാധനം ഉണ്ടോ? വീശലുണ്ടോ? വാങ്ങിടാം. അത് കുറച്ച് കത്തിയിട്ട് നമുക്ക് വീശുന്ന വിഷയമുണ്ട്. കല്ലില്ല. ഒരു പാക്കറ്റ് മതി. ഒരു വെച്ചിട്ടുള്ള കളിയാണ്. മാറിക്കാണ്. ശരി വെച്ചില്ല. വെച്ചോ. മറ്റേ ആദിവാസി പാട്ട് കേട്ട് കഴിഞ്ഞാൽ സെറ്റായിരുന്നത്. ജുംബ 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 ജുംബ. കൊരവിടണോ? 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 ഈശ്വര എന്തെങ്കിലും കാണൂടാ അതേപോലത്തെ? റിസോർട്ടിലേക്ക് അവന്മാരിലും മറ്റേ ഹീറ്ററാണ്. അത് വെച്ച് അവന്മാരെ ഹീറ്റ് ചെയ്ത് അതിന്റെ ഇടയിൽ നീക്കണ്ടോ? കാരണം കർപ്പൂരം ഉണ്ടെങ്കിലേ സൈഡിൽ ഈ സൈഡൊന്നും കത്തൂല. ഈ സൈഡ് അത് കിണ്ടിട്ട് കൊടുക്കാൻ ഒരു 8 കത്തിച്ചാല് ഇരുന്നോ? സമയമുണ്ടല്ലോ. അത് ഇപ്പൊ കുക്കറിൽ വെച്ചിട്ട്
ആ അസ്ലാമ ശ്രീമ അസ്ലാമ പതുക്കെ വന്നാ മതി. പതുക്കെ 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 ക്യാമറ അടുത്തോട്ട് പോണേ. അങ്ങോട്ട് മാറ്റിയല്ലോ. ഒരിക്കൽ കൂടെ വേവില്ല ശേഷി 2 സ്റ്റെപ്പ് ഇല്ല കറക്റ്റ് വേണം കറക്റ്റ് വേണം ആയില്ല. ഇളകി തുടങ്ങി ചതയുന്ന മതി. കൈ മാത്രം കണ്ടേ ഉള്ളൂ. ഇതില്ലേ മറ്റേ കോരുവ കോരുവ ഇങ്ങനത്തെ എന്താ മണം അതായത് മതി കൊള്ളാം എന്തൊരു കോരുവ മതി മറ്റേ മതി കുറഞ്ഞു അല്ല ഇത് കനലിൽ കുറച്ച് സമയം എടുക്കും. നമ്മളിത് അതല്ല ചിക്കൻ ഒന്ന് ഡ്രൈ ആവണം. ഇതേ തിന്നാ മതി, പിന്നെ തുടങ്ങിയാൽ മതി. ഇങ്ങനെയല്ല വെക്കേണ്ടത്, താഴോട്ട് വെക്കണം. അതിന്റെ വെള്ളമൊക്കെ ഒന്ന് പോണം. വാഴയില വെക്കണമായിരുന്നു. അല്ലേ വാഴയില അല്ല ഇനിയും കറങ്ങി വേണം നീ പൊക്കോ കുറച്ചും കൂടെ കണ്ണിലെടുത്തിടാം. പോരാ പോരാ സ്പീഡ് പോരാ ഇത് മാറുമ്പോ അവിടെ വീശും ഒരാള് കൈയടിക്കുമ്പോ അടുത്ത ആള് വീശിക്കോളും. ഇവിടെ അച്ചുവിടെ ഇങ്ങോട്ടോ ബാക്കിൽ ക്യൂ പാലിക്കുക. കൊള്ളാം കൊള്ളാം സൂപ്പർ കണ്ണ മതി 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 കൊള്ളാം അടുത്താണ് അടുത്താണ് കുറച്ചുകൂടി താന്ന് വീശടാ. പോട്ടെ കുറച്ചുകൂടി താന്ന് വീശടാ. വീശിക്കോ തിരിച്ചു വിടാ. തിരിച്ചു പിടി ആ റൈറ്റ് നല്ലപോലെ വിഷയം സാറിന്റെ പോട്ടെ അത് തന്നെ കൊള്ളാം ഇതിപ്പോ തള്ളിയിടും. നേരത്തെ അവിടെ ഇങ്ങനെ ഇങ്ങനെ ആക്കി 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 തള്ളിയിട്ടത്. കൊള്ളാം ഇങ്ങനെ കൈയൊക്കെ പോകുന്നു. കൈ അടിക്കണമെങ്കിൽ അപ്പം മാറിക്കോളാം കേട്ടാ കൊള്ളാം മതി അടുത്ത അടുത്ത ജഗ്ഗിലെ പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ട് അതിലുള്ള ഞാൻ ഇതിലെടുത്ത് വെച്ചു, ചരുവത്തിലെടുത്ത് വെച്ചു. പിന്നെ പ്രിജേ അതിന് എണ്ണ എടുക്കാൻ പറ്റുമോ എണ്ണ ചേച്ചി, അത് ഉപ്പിരിക്കുന്ന ഒരു മഞ്ഞ ഒഴിച്ചു കൊടുക്കാൻ മൊത്തം ശകലം തളിച്ചു കൊടുത്താൽ ഓ പുറത്ത് മഴ. ഇല്ല ഒന്നിച്ച് കത്തും. എണ്ണ ഒന്ന് തളിച്ചു കൊടുത്താൽ മതി. തട്ടല്ലേ അവൻ. അങ്ങനെ തളിച്ചു എല്ലായിടത്തും തളിച്ചു കൊടുത്താൽ ഇങ്ങറ്റൊന്നും വന്നില്ല കണ്ണില്. ചക്ക വറുത്തിരുന്ന 10 മണിയാണ്. അപ്പോ ഇങ്ങോട്ടൊന്നും ആയില്ലടാ കണ്ണില്. ഇത് ഇങ്ങോട്ടൊന്നും പറഞ്ഞില്ല കണ്ണില്. അതാണ് ഞാൻ ആദ്യം നിങ്ങളുടെ പറഞ്ഞത്. വിറവ് കത്തിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് അറിഞ്ഞു വേണം കരി ഇട്ടാൽ ശരിയാവും. എല്ലാത്തിനും നീ ഇവിടെ പോണേ പോയി സമാധാനം. വീശ് കൊള്ളാം കൊള്ളാം കണ്ണിന് വീശ് കൊള്ളാം മണ്ണെണ്ണ മണ്ണ് ഒഴിക്കുക മണ്ണ് ഒഴിക്കുക നെല്ല് വരും. ഇത് നമുക്ക് വയ്ക്കാൻ പറ്റില്ല. എണ്ണ മതി എണ്ണ മതി അതിപ്പോ കത്തി കയറും. ഒന്നും ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല നെയ്യ് വേണോ? സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണ്. കാണാൻ വന്നിരിക്കുകയാണ്. അത് വിറവ് അത് സതീശന്റെ അടുത്ത് കിട്ടിയാ
ബെസ്റ്റ് സാധനം ഉണ്ടായിരുന്നു മെഷീൻ ഉണ്ടല്ലോ ചൂടാക്കണം തന്നെ വേറെ ഒന്നും വേണ്ടി ഓണായി കൊടുത്തില്ല കണക്ഷൻ കൊടുത്താൽ ഒറ്റയടി ബ്ലോവർ അല്ലേ ബ്ലോവർ അമ്മ ഇങ്ങറ്റോ ഒക്കെ ഇടമ്മ ഇങ്ങറ്റോ ഇല്ല അമ്മ നേരത്തെ വേണം ഞാൻ പോയിരുന്നത് അമ്മ ഇങ്ങറ്റ മാമ ഇരിക്കാൻ ഇങ്ങറ്റോ വീഡിയോ ഇതിന്റെ അടിയിലൊക്കെ അകത്തുള്ളത് അടിയില നിങ്ങളെ വാക്ക് കേട്ടതാണ് പ്രശ്നം. ആദ്യമേ വിറവ് കത്തിച്ചതിന് ശേഷം ഇത് ഉണ്ടായത്. അന്നാലിങ്ങനെ തന്നെ വരുവുള്ളൂ. മുകളിൽ ഇതിങ്ങനെ കിടക്കും. ആദ്യം നമ്മൾ കുറച്ച് വിറവ് കത്തിക്കണം. അടിക്കൊന്നും വേണ്ട, ചുമ്മാ പറഞ്ഞ പൊക്കോളൂ. മണം കിട്ടി, അതാണ് ചൂട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇതോ ഇല്ല. ആ വിഷയം കുറച്ചൊക്കെ ചൂട്ടെടുത്ത് കുറച്ച് കത്തിട്ട് അതിന്റെ പുറത്തിട്ട് അതിന്റെ പുറത്തിട്ട് അത് കത്തോടാ ക്ലാനില്. ചൂട്ടിട്ട് കൊടുത്താൽ മതി. കുറച്ച് കത്തിട്ട് കത്തുമ്പോ എല്ലാത്തിലും പിടിക്കും. വെളിയിൽ ആള് കൂടിയേ, ഇവിടെ നല്ല പുക വരണം. ഇത്തിരി കത്തിക്കാൻ അങ്ങോട്ട്. ഭഗവതി സേവ, അതെ അതെ ഭഗവതി സേവ, അതെ അതെ ഭഗവതി സേവ. അതെ അതെ ഗോപൻജി നേറ്റിങ്ങനെ ഗോപൻജി ഇരിക്കണം. സ്വാമി ഗോപൻജി നേറ്റിങ്ങനെ ഗോപൻജി ഇരിക്കണം. സ്വാമി ഗോപൻജി നേറ്റിങ്ങനെ ഗോപൻജി ഇരിക്കണം. മരിച്ചെന്ന് ഞാൻ ആര് പറഞ്ഞു? നമ്മൾ ഇത്രയും നേരം ക്വസ്റ്റ്യൻ ഇല്ല ആൻസർ പറഞ്ഞുകൊണ്ടിരുന്നു. മനസ്സിലായ? ഇനി ക്വസ്റ്റ്യൻ പേപ്പർ വേണം. നിങ്ങൾ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ പറയാം. നിങ്ങൾ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ പറയാം. മൃതദേഹം എടുത്ത് പോസ്റ്റ്മോർട്ടം സമാധി അതിന്റെ പവർ പോകില്ല. സമാധി 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 നമ്മൾ കൊണ്ടുവന്നല്ലോ അമ്മ കഴിക്കാം. എല്ലാം കഴുകി ഉണക്കി വെച്ചേക്കാണ്. കഴുകി ഉണക്കി 1.5 മാസമായി വെച്ചിട്ട്. കഴുകി ഉണക്കി 1.5 മാസമായി വെച്ചിട്ട്. കഴുകി ഉണക്കി 1.5 മാസമായി വെച്ചിട്ട്. മെനിഞ്ഞാന്ന് കൊണ്ടുവന്നെല്ലാം കഴുകി കൊണ്ടുവന്നതേ ഉള്ളൂ അവിടെ. അതുപോലെ സഞ്ചി ഒരുമാതിരി അതെന്തത് അപ്പോ നിങ്ങടാ ഇതുപോലത്തെ ചൂട്ടുണ്ടെങ്കിൽ ഇതെന്തരി മറ്റൊരു കൂടെ ഫുൾ പ്രിപ്പയർഡ് ആണ്. ഇനി നോക്ക്, ഇനി നോക്ക്, ഇനി നോക്ക്.
പറഞ്ഞില്ലല്ലേ പറയണതല്ലേ പറഞ്ഞ നാണോ മാനോ അടുത്തൂടെ പോയി ഒരു രാത്രി കൂടെ പോത്ത് നമുക്കാണ് ഇതേപോലെ പെട്ടിയിലാക്കി തരേണ്ടത്. ഇത് നമ്മൾ വന്ന് നമുക്ക് പെട്ടിയിലാക്കി കൊടുക്കണം. ഞാൻ പറഞ്ഞു കുറച്ച് മറ്റേ ചൂട്ടുണ്ടെങ്കിൽ എല്ലാം കത്തി. അല്ല ഏത് ചൂട്ടെന്ന് അറിയാം. മറ്റേ തെങ്ങിന്റെ മറ്റേ ചൂട്ടില്ല ഇപ്പൊ ഇട്ടത്. ഇത് തന്നെ കൂടാവും. ചിരട്ടയും കാത്തിട്ടില്ല. ചിരട്ടയും അടിയിൽ കുറച്ച് തടി തരണ്ട. ആദ്യം ഞാൻ പറഞ്ഞ് കരി വച്ചിട്ട് വിറവ് കത്തിച്ചതിന് ശേഷം പിന്നെ കരി ഇട്ടാ മതി. ഇവര് പറയണത് കരി ഇട്ടാ മതി. നീ ഒരൊറ്റ ഓർത്തിനാണ് ഇത് കൊളാക്കി. നീ ഒരൊറ്റ ഓർത്തിനാണ് ഇത് കൊളാക്കി. നീ ഒരൊറ്റ ഓർത്തിനാണ് ഇത് കൊളാക്കി. സമാധാനം നീ തന്നെ പറഞ്ഞ ഏത് ഇങ്ങനെയാണ് കത്തിക്കുക. ഏത് തന്നെ ഉറപ്പന്നെ. എടാ ആദ്യം വിറവ് കത്തിയിട്ട് അതിന്റെ കണ്ണലായിട്ട് പിന്നെ കരി ഇട്ടാണ് കത്തിയത്. എന്തെല്ലാം സാധനം ഇവിടെ വന്നതിന് ശേഷം ഉണ്ടാക്കി, എന്തെല്ലാം ജോലി ഓരോരുത്തരും ചെയ്തു. ഏതില്ലെങ്കിലും ഇവന്റെ തല കണ്ട അവന്റെ അഭിപ്രായം അവന്റെ അഭിപ്രായം കേൾക്കണം. ഇത് അണയും അല്ലേ? എന്തൊക്കെ പറയുന്നുണ്ട്. ഇത് ആഴി കഴിച്ചു വരുമ്പോഴത്തേക്ക് ഇഡലി വെക്കാറാവും. ഇത് ആഴി കഴിച്ചു വരുമ്പോഴത്തേക്ക് ഇഡലി വെക്കാറാവും. ഇത് ആഴി കഴിച്ചു വരുമ്പോഴത്തേക്ക് ഇഡലി വെക്കാറാവും. പേപ്പർ വിരിക്കട്ടെ, എല്ലാം ഇരിക്കാമോ? ചൂട് പറഞ്ഞു പേപ്പർ വിരിക്കണം. അവിടെ വിരിച്ചിരിക്കും. ഈ വഴി വിട്ടിരിക്കണേ. മാറ്റി വെച്ചിട്ട് സർവ് ചെയ്യുന്നതിന് മുമ്പ് മറ്റേ തന്തൂരി മസാലയുടെ പാക്കറ്റ് ഉണ്ട്, അതിൽ പൊടി മരക്കാരേ 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 ആരെങ്കിലും നിൽക്കണമെങ്കിൽ എല്ലാത്തിനും അടിയാ. എല്ലാം എല്ലാ രീതി അണയാണ്. ഇപ്പോഴാണ് ഇതൊക്കെ ചെറുതായി ഇവിടെ ഉണ്ട്. ഇവിടെ വിശേഷം അതെ ചിരട്ടയാണ് കത്തുന്നത്. കോപ്പിറൈറ്റ് പോയല്ലേ ജെല്ലി ബെല്ലി ഇങ്ങോട്ട് ഏയ് ഷോട്ടി ഇവിടെ ഇങ്ങോട്ട് ശരി. മറ്റേ ഓനക്കാനും കൂടെ മസാല തേച്ച് കൊടുത്ത് ലാസ്റ്റ് അല്ലേ ഇടുള്ളൂ ഈ പൊടി. ജെല്ലി ബെല്ലി ജെല്ലി ബെല്ലി ഇത് മാറ്റി വെച്ചാൽ ഇത് നമ്മൾ മൊത്തം ചെയ്തതിന് ശേഷം പിന്നെ വേറെ വെക്കാറായ
തീ അണച്ചാലല്ലേ കനലാവണ്ടേ? എന്ത് സെറ്റപ്പ്! സാധനം ഇങ്ങോട്ട് ഇങ്ങോട്ട് മറ്റേ ഇങ്ങനെ ഇങ്ങനെ പിടിക്കുന്ന സാധനമില്ലേ അല്ലേ? ഉണ്ടാ ഉണ്ടാ അടുത്തുണ്ടോ അടുത്തുണ്ടോ? അശോകുഞ്ഞേ ഇല്ല 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 ഇങ്ങനെ പിടിക്കുന്ന സാധനം എല്ലാം ഒളിപ്പി ആശോകുഞ്ഞിക്ക് വഴി എടുക്കൂ. ആരെങ്കിലൊക്കെ വൈ. ഇതാരത്? അടുത്തോട്ട് ചേർത്ത് വെച്ചപ്പോ എല്ലാം നിർത്തണം. സൗണ്ട് വേടാ. നീക്കി തിരിച്ചും വെച്ചു കൊടുക്കാം. അങ്ങേറ്റത്തുള്ളത് അടുത്തോട്ട് നീക്കി വെച്ചു കൊടുക്കാം. അത് കുറച്ചും കൂടി അങ്ങോട്ടാക്കി വരും അമ്മ. ഒരു കമ്പി ഉണ്ടായിരുന്നല്ലോ, അത് നടുക്ക് അപ്പുറത്ത് നടുക്ക് കല്ലില്ല. ഈ കമ്പിയെ അങ്ങോട്ട് വേറെ കമ്പി ഉണ്ട് കേട്ടോ. അതല്ല വേറെ കമ്പി ഉണ്ട്. വേറെ കമ്പിയുണ്ട്. കുഴപ്പമില്ല അത് മാറ്റിക്കോ അത് മാറ്റിക്കോ. വേറെ കമ്പിയുണ്ട്. കുഴപ്പമില്ല അത് മാറ്റിക്കോ അത് മാറ്റിക്കോ. വേറെ കമ്പിയുണ്ട്. കുഴപ്പമില്ല അത് മാറ്റിക്കോ അത് മാറ്റിക്കോ. വേറെ തട്ടുണ്ടായിരുന്നല്ലേ? അയ്യോ അത് പിടി പോയി. ഇനി അതിലിരിക്കണ്ട മാമ, ഇനി അതിലിരിക്കണ്ട. കൈകൊണ്ട് പിടിക്കല്ലേ അച്ചു. നിങ്ങളെ വീടിനായിട്ട് ആരെയും വെച്ചിരിക്കും നോക്കിയോ. ഇതൊക്കെ ചിരി നിങ്ങൾ വീടിന് ആരും ചിരിക്കും. ഇത് അതിന്റെ മണ്ടയിലായിപ്പോയി. ഞാൻ പോയി കഴിഞ്ഞ താൻ ഇവിടെ കിടന്നുണ്ടല്ലോ, മൂക്കുകൊണ്ട് ഇച്ച ഇങ്ങ ചച്ച ജജ്ജ ഞഞ്ഞ തട്ട ഡറ്റ നന്ന തട്ട ഗജ ഇച്ച ഇങ്ങ ചച്ച ജജ്ജ ഞഞ്ഞ നട്ട നന്ന ഇച്ച ഇങ്ങ ചച്ച ജജ്ജ ഞഞ്ഞ നട്ട നന്ന കാമധേനു ലോട്ടറി കാമധേനു ലോട്ടറി ഫസ്റ്റ് പ്രൈസ് ടിക്കറ്റ് നമ്പർ കനലെടുത്ത് മാറ്റണ്ടേ? അതില് താഴെ വീണത് അതില് കനലിരിക്കും. മാറ്റണ്ടേ? ആ ഓക്കെ സെറ്റ് സെറ്റ്. എല്ലാത്തിലും തേച്ചോ? മസാലയും കൂടെ തേക്കണ്ടേ? ആദ്യം എണ്ണ ഒന്ന് ചേച്ചിട്ട് എണ്ണ തേച്ചിട്ടോ അങ്ങനത്തെ തേയില് കുറച്ചും കൂടി. തീയില് പോവില്ലേ? ഇല്ല, ഞാൻ രണ്ടെണ്ണം ഉണ്ടായി. പരിപ്പ് കഴിച്ച് 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 മടുത്തു. തക്കാളിയും ഇതും വെച്ചിട്ട് നമുക്കൊരു ഒരു കറി ഉണ്ടാക്കിയാലോ?
അപ്പോഴാണ് നമുക്ക് അവിടുന്ന് ഇൻസ്ട്രക്ഷൻ വരുന്നത് മിക്സിയോ കാര്യങ്ങളോ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന്. പരിപ്പ് കഴിച്ച് കഴിച്ച് മടുത്തു, പരിപ്പ് കഴിച്ച് കഴിച്ച് മടുത്തു. തക്കാളി വെച്ചിട്ട് നമുക്കൊരു കറി ഉണ്ടാക്കിയാലോ, കറി ഉണ്ടാക്കിയാലോ, കറി ഉണ്ടാക്കിയാലോ. പരിപ്പ് കഴിച്ച് കഴിച്ച് മടുത്തു, പരിപ്പ് കഴിച്ച് കഴിച്ച് മടുത്തു. തക്കാളി വെച്ചിട്ട് നമുക്കൊരു കറി ഉണ്ടാക്കിയാലോ, കറി ഉണ്ടാക്കിയാലോ, കറി ഉണ്ടാക്കിയാലോ. രാവിലെ ചപ്പാത്തി കടല, മടുത്തു, ഉച്ചക്ക് ആംപ്ലേറ്റ് ചോറ്, മടുത്തു, 4 മണിക്ക് ചായ ഒരു വട. മടുത്തു. ഓക്കെ, പ്രശ്നമില്ല. രാവിലെ ചപ്പാത്തി കടല, മടുത്തു, ഉച്ചക്ക് ആംപ്ലേറ്റ് ചോറ്, മടുത്തു, 4 മണിക്ക് ചായ ഒരു വട. മടുത്തു. എനിക്ക് എന്റെ സമയത്ത് ഭക്ഷണം തരണില്ല, ഞാൻ കറി ഉണ്ടാക്കും. പരിപ്പ് കഴിച്ച് കഴിച്ച് മടുത്തു, പരിപ്പ് കഴിച്ച് കഴിച്ച് മടുത്തു. തക്കാളി വെച്ചിട്ട് നമുക്കൊരു കറി ഉണ്ടാക്കിയാലോ, കറി ഉണ്ടാക്കിയാലോ, കറി ഉണ്ടാക്കിയാലോ. പരിപ്പ് കഴിച്ച് കഴിച്ച് മടുത്തു, പരിപ്പ് കഴിച്ച് കഴിച്ച് മടുത്തു. തക്കാളി വെച്ചിട്ട് നമുക്കൊരു കറി ഉണ്ടാക്കിയാലോ, കറി ഉണ്ടാക്കിയാലോ, കറി ഉണ്ടാക്കിയാലോ. പരിപ്പ് പരിപ്പ് മടുത്തു, മടുത്തു. കഴിച്ച് കഴിച്ച് മടുത്തു, മടുത്തു. തക്കാളി തക്കാളി കറി ഉണ്ടാക്കിയാലോ, കറി ഉണ്ടാക്കിയാലോ, കറി ഉണ്ടാക്കിയാലോ. ഓക്കെ, പ്രശ്നമില്ല. രാവിലെ ചപ്പാത്തി കടല, മടുത്തു, ഉച്ചക്ക് ആംപ്ലേറ്റ് ചോറ്, മടുത്തു, 4 മണിക്ക് ചായ ഒരു വട. മടുത്തു. എനിക്ക് എന്റെ സമയത്ത് ഭക്ഷണം തരണില്ല, ഞാൻ കറി ഉണ്ടാക്കും. പരിപ്പ് കഴിച്ച് കഴിച്ച് മടുത്തു, പരിപ്പ് കഴിച്ച് കഴിച്ച് മടുത്തു. തക്കാളി വെച്ചിട്ട് നമുക്കൊരു കറി ഉണ്ടാക്കിയാലോ, കറി ഉണ്ടാക്കിയാലോ, കറി ഉണ്ടാക്കിയാലോ. പരിപ്പ് കഴിച്ച് കഴിച്ച് മടുത്തു, പരിപ്പ് കഴിച്ച് കഴിച്ച് മടുത്തു. തക്കാളി വെച്ചിട്ട് നമുക്കൊരു കറി ഉണ്ടാക്കിയാലോ, കറി ഉണ്ടാക്കിയാലോ, കറി ഉണ്ടാക്കിയാലോ. പരിപ്പ് പരിപ്പ് മടുത്തു, മടുത്തു. കഴിച്ച് കഴിച്ച് മടുത്തു, മടുത്തു. തക്കാളി തക്കാളി കറി ഉണ്ടാക്കിയാലോ, കറി ഉണ്ടാക്കിയാലോ, കറി ഉണ്ടാക്കിയാലോ. ഭാസ്കര, എന്തോ എല്ലാവർക്കും എന്താന്ന് വെച്ചാ കൊടുക്ക്. കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ. എല്ലാരും അടിച്ചു കയറി വാ. ഭാസ്കര, 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 ഭാസ്കര. കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം എന്റെ ചെലവ്. കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ. എല്ലാരും അടിച്ചു കയറി വാ. എല്ലാരും അടിച്ചു കയറി വാ. എന്തു വേണം പറയടാ, കൊണ്ടുവരാൻ ആളടാ. ഒന്നുമില്ലേ ജോസേട്ടൻ മെൻഷൻ ചെയ്ത ഭാസ്കര. ദുബായ് നിന്നു പറന്നു വന്ന കേരളത്തിൻ ജോസിടാ. ജോസേട്ടൻ പറഞ്ഞ വാക്കിനപ്പുറത്ത് ഇല്ലടാ. കൈവെള്ളയിൽ കപ്പ വെച്ച് കുപ്പിയിലെ കള്ളടിച്ച് കരിമീനും ചാറ് നോക്കി കൊഞ്ചടിക്കിടാ. തിന്നു മുടിച്ച് പാപ്പാക്ക് ദുബായ് പോവാനുള്ളതാ. എല്ലാരും ഒരുമിച്ചാൽ അടിച്ച് കേറി വരാം നമുക്ക്. എല്ലാരും അടിച്ചു കയറി വാ. എല്ലാരും അടിച്ചു കയറി വാ. And the this and 2 and the can and the cone and the pack. 2 and the can and the cone and the pack. 2 and the can and the cone and the pack. 2 and the can and the cone and the pack. Okay, 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 perfect. Okay, okay. മച്ചാണത് ഒരളിയ. 2 and the can and the cone and the pack. 2 and the can and the cone and the pack. 2 and the can and the cone and the pack. 2 and the can
and the corn and the pack. ഉച്ചക്ക് ആംപ്ലേറ്റ് ചോറ് ഉപ്പേരി അപ്പേരി ഒക്കെ 4 മണിക്ക് ഒരു ചായ ഒരു വട പൈമ്പേരി വട ഒരു പാട വട ഒരു പാട ഉച്ചക്ക് ആംപ്ലേറ്റ് ചോറ് ഉപ്പേരി അപ്പേരി ഒക്കെ 4 മണിക്ക് ഒരു ചായ ഒരു വട പൈമ്പേരി വട ഞാനത് ഒരളിയ ഓക്കെ 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 പെർഫെക്റ്റ് ഓക്കെ ഓക്കെ ഞാനത് ഒരളിയ 2 and 10 and the corn and the pack 2 and 10 and the corn and the pack 2 and 10 and the corn and the pack 2 and 10 and the corn and the pack okay 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 perfect okay okay മച്ചാനത് ഒരളിയ
തെറ്റിപ്പെട്ട പോലെ ഇരിക്കണത്. പടിയും കൂടി ഇറങ്ങട്ടെ ആന. പടി ഇറങ്ങിക്കോ. പടിയും കൂടി ഇറങ്ങണപ്പോ ഇതാ നല്ല പാട്ട്. ഒന്ന് എടുത്തോട്ടെ മെനു. ഗംഗുടെ ഗംഗു ക്യൂലില്ലേ, പിള്ളേരെല്ലാം ക്യൂ. ആൾക്കാരെ കിട്ടണേ കേട്ടോ. അതൊന്നും വേണ്ട. പാട്ട് വൈ അവന്റെ ഇത് ഇവിടെ ഇല്ല. സവാള ഉണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അത് ഒന്നുകൂടെ തടിക്കണം, നല്ല ശരിയാവും. അരിഞ്ഞാൽ പിടിഞ്ഞു നൂലയുടെ കയ്യിൽ ഒന്നും ചെയ്തു. ഈ സെറ്റപ്പ് ഈ നൂലരിയുടെ ഇതിനപ്പുറം ചാടി കടന്നവനാണ് ക്യാപ്റ്റൻ, ഒരു കാര്യം കൂടി ഉണ്ട്. പരിപ്പ് കഴിച്ച് മടുത്തു. തക്കാളിയും ഇതും വെച്ചിട്ട് നമുക്കൊരു ഒരു കറി ഉണ്ടാക്കിയാലോ? അപ്പോഴാണ് നമുക്ക് ഇൻസ്ട്രക്ഷൻ വരുന്നത്. മിക്സിയോ കാര്യങ്ങളോ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാന്ന്. അമ്മയുടെ കൂട്ടുകാരനാ. പരിപ്പ് കഴിച്ച് മടുത്തു. പരിപ്പ് കഴിച്ച് മടുത്തു. തക്കാളി വെച്ചിട്ട് നമുക്കൊരു കറി ഉണ്ടാക്കിയാലോ? പരിപ്പ് കഴിച്ച് മടുത്തു. പരിപ്പ് കഴിച്ച് മടുത്തു. തക്കാളി വെച്ചിട്ട് നമുക്കൊരു കറി ഉണ്ടാക്കിയാലോ? രാവിലെ ചപ്പാത്തി കടല, മടുത്തു. ഉച്ചക്ക് ആംപ്ലേറ്റ് ചോറ്, മടുത്തു. 4 മണിക്ക് ചായ ഒരു വട. മടുത്തു. ഓക്കെ, പ്രശ്നമില്ല. രാവിലെ ചപ്പാത്തി കടല, മടുത്തു. ഉച്ചക്ക് ആംപ്ലേറ്റ് ചോറ്, മടുത്തു. 4 മണിക്ക് ചായ ഒരു വട. മടുത്തു. എന്റെ സമയത്ത് ഭക്ഷണം തരണില്ല, ഞാൻ കറി ഉണ്ടാക്കും. പരിപ്പ് കഴിച്ച് മടുത്തു. പരിപ്പ് കഴിച്ച് മടുത്തു. തക്കാളി വെച്ചിട്ട് നമുക്കൊരു കറി ഉണ്ടാക്കിയാലോ? പരിപ്പ് കഴിച്ച് മടുത്തു. പരിപ്പ് കഴിച്ച് മടുത്തു. തക്കാളി വെച്ചിട്ട് നമുക്കൊരു കറി ഉണ്ടാക്കിയാലോ?
റംസാനിലെ ചന്ദ്രികയോ അറബിത്തങ്കൊടി അയകിൻ പൂമ്പൊടി ആരിജ് ആരിജ് ആരിജ്